നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ബീഹാറിൽ വമ്പൻ വിജയവുമായി എൻഡിഎക്ക് ഭരണ തുടർച്ച. 202 സീറ്റുമായി സർവാധിപത്യം. ബിജെപി ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് ബിജെപി. ചിരാഗ് പാസ്വാന് 19 സീറ്റുമായി വൻ നേട്ടം. 34 സീറ്റുമായി തകർന്നടിഞ്ഞ മഹാസഖ്യം. ജനാധിപത്യത്തിന്റെ വിജയം എന്നും കോൺഗ്രസ് മറ്റു പാർട്ടികൾക്ക് ബാധ്യതയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണ്ണക്കൊള്ളയിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലെന്ന് ഇഡി ഹൈക്കോടതിയിൽ. കള്ളപ്പണ ഇടപാട് നടന്നോ എന്ന് അന്വേഷിക്കണമെന്നും ഇഡി. മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ചൊവ്വാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് നിർദ്ദേശം. ദ്വാരപാലക പാളി കേസിൽ ജയശ്രീ 4ാം പ്രതി. വിമാനയാത്രാ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പുതുക്കി ഒമാൻ എയർ. വിമാനത്തിനുള്ളിൽ പവർ ബാങ്ക് ചാർജ് ചെയ്യാനും ഉപയോഗിക്കാനുമാവില്ല. ബാറ്ററികൾ നീക്കം ചെയ്യാനാവാത്ത സ്മാർട്ട് ലഗേജുകൾ അനുവദിക്കില്ലെന്നും ഒമാൻ എയർ. ഡൽഹി സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതം. ഒരു ഡോക്ടർ ഉൾപ്പെടെ 5 പേർ കസ്റ്റഡിയിൽ. ചാവേർ ഉമർ നബിയുടെ പുൽവാമയിലെ വീട് സുരക്ഷാ സേന തകർത്തു. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. SIRലെ സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ഇടപെടാതെ ഹൈക്കോടതി. സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം. സംസ്ഥാന സർക്കാരിന്റെ ഹർജി തീർപ്പാക്കി കോടതി. ബീഹാറിൽ എൻഡിഎക്ക് ഭരണ തുടർച്ച. 243-ൽ 204 സീറ്റുമായി എൻഡിഎ വൻ വിജയം കൈവരിച്ചപ്പോൾ മഹാസഖ്യം 32 സീറ്റിൽ ഒതുങ്ങി. ശക്തി കേന്ദ്രങ്ങൾ കൈവിട്ട RJDക്ക് കനത്ത തിരിച്ചടിയാണ് ഏറ്റത്. ബിജെപി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ബീഹാറിൽ എക്സിറ്റ് പോൾ പ്രവചനത്തേക്കാൾ വമ്പൻ വിജയമാണ് എൻഡിഎക്ക് ലഭിച്ചത്. മഹാസഖ്യത്തിനാകട്ടെ പ്രതീക്ഷിച്ചതിന് അപ്പുറം അടിപതറി. 200-ലധികം സീറ്റുമായി എൻഡിഎ സർവാധിപത്യം ഉറപ്പിച്ചപ്പോൾ മഹാസഖ്യത്തിന് 50 സീറ്റിന് അടുത്തെത്താൻ പോലും ആയില്ല. മത്സരിച്ച 90% സീറ്റുകളിലെ വിജയവുമായി ബിജെപി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. എങ്കിലും 18ാം ബീഹാർ നിയമസഭയിൽ കിരീടമണിയുക നിതീഷ് കുമാർ തന്നെയായിരിക്കുമെന്ന് ഉറപ്പാണ്. നിതീഷ് കുമാറിനെ മുഖമായി അവതരിപ്പിച്ച് നടത്തിയ പ്രചരണത്തിന്റെ അവസാനം മികച്ച വിജയത്തിൽ കലാശിച്ചതിന്റെ ആവേശത്തിലാണ് JDU. കഴിഞ്ഞ തവണ നേടിയ സീറ്റുകളുടെ ഇരട്ടിയോളമാണ് JDUവിന്റെ ഇത്തവണത്തെ നേട്ടം. ചിരാഗ് പാസ്വാൻ 19 സീറ്റുമായി വൻ നേട്ടം കൈവരിച്ചതും എൻഡിഎക്ക് മുതൽക്കൂട്ടായി. ശക്തി കേന്ദ്രങ്ങൾ കൈവിട്ട RJDയുടെ പരാജയം ഏറെ ദയനീയമായി. വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങളുമായി പ്രചരണം നടത്തിയിട്ടും മഹാസഖ്യം പാടെ തകർന്നടിഞ്ഞു. 60 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് നിഷ്പ്രഭമായി. പ്രശാന്ത് കിഷോറിന്റെ ജൻസൂരജ് പാർട്ടിക്കും ഇടതു പാർട്ടികൾക്കും യാതൊരു ചലനവും സൃഷ്ടിക്കാനായില്ല എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ബീഹാറിൽ പ്രതിപക്ഷ സഖ്യം വലിയ തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. വോട്ടർ അധികാർ യാത്ര നടത്തി ബീഹാറിൽ ചൂടുറപ്പിക്കാമെന്നുള്ളതായിരുന്നു രാഹുലിന്റെ പ്രതീക്ഷ. എന്നാൽ അതെല്ലാം തകർത്തുകൊണ്ടാണ് NDA സഖ്യം തേരോട്ടം നടത്തിയത്. വികസനം, തൊഴിലില്ലായ്മ എന്നിവയ്ക്ക് പുറമെ വോട്ടുകൊള്ള, വോട്ടർ പട്ടിക ക്രമക്കേട് എന്നിവ കൂടി ഉയർത്തിയാണ് ബീഹാറിൽ രാഹുൽ ഗാന്ധി പ്രചരണം നയിച്ചത്. നരേന്ദ്ര മോദി, അമിത് ഷാ और ये जो चीफ इलेक्शन कमिश्नर है ज्ञानेश, ये वोट चोरी कर रहे हैं. बिहार के युवाओं से कह रहा हूँ, बिहार के जो जनरेशन Z है उनसे कह रहा हूँ, हमारी सबकी जिम्मेदारी है, आपको सावधान रहना है. पोलिंग बूथ पे വോട്ട് ചോരി नहीं होने देनी है. എന്നാൽ പ്രധാനമന്ത്രിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ ബീഹാർ ജനത ഏറ്റെടുത്തില്ല എന്നാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കർഷകർക്കൊപ്പം സഞ്ചരിച്ചും വെള്ളത്തിലിറങ്ങിയും ബീഹാർ ജനതയുടെ മനസ്സിൽ കയറാൻ രാഹുൽ ശ്രമിച്ചു. പക്ഷേ ഇതൊന്നും വോട്ടർമാർക്കിടയിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റിൽ മത്സരിച്ച് 19 സീറ്റിൽ ജയിച്ചു. ഇത്തവണ പക്ഷേ RJDയോട് യുദ്ധം വെട്ടി 63 സീറ്റിൽ മത്സരിച്ചു. ഇരട്ട സംഖ്യയിലേക്ക് എത്താൻ പോലും കോൺഗ്രസിനായില്ല.
ദയനീയ പരാജയമാണ് രാഹുലും കൂട്ടരും ഏറ്റുവാങ്ങിയത്. കേവലം ബീഹാർ കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് രാഹുലും കോൺഗ്രസും പറയുന്നുണ്ട്. പക്ഷേ ബീഹാറിലെ പരാജയം കോൺഗ്രസിന് മുന്നിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. രാജ്യവ്യാപകമായി BJPയെ എതിർക്കാൻ കോൺഗ്രസിൽ ശക്തിയുണ്ടോ? രാഹുൽ ഗാന്ധിയെ മാത്രം മുൻനിർത്തിയാൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ? മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടുകൾ കൂടി അംഗീകരിക്കേണ്ടേ? ഇത്രയും ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് മുന്നിലും ഉയർന്നു കേൾക്കാം. ഇതിന് മറുപടി പറയാതെ, പരിഹാരം കാണാതെ മുന്നോട്ടു പോയാൽ പശ്ചിമബംഗാളും അസമും കേരളവും തമിഴ്നാടും കോൺഗ്രസിനെ കാത്തിരിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ബീഹാറിലെ ജനങ്ങൾ NDA സർക്കാരിൽ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദില്ലിയിലെ BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോദി. ഒരിക്കൽ കൂടി NDA സർക്കാർ എന്ന് ജനം വിധിയെഴുതിയെന്ന് മോദി പറഞ്ഞു. വികസനം പുതിയ തലത്തിൽ എത്തിക്കുമെന്ന് താൻ ബീഹാറിൽ വന്ന് വാഗ്ദാനം നൽകിയതാണ്. മഹിളാ യൂത്ത് ഫോർമുലയാണ് ബീഹാറിൽ വിജയം സമ്മാനിച്ചത്. സ്ത്രീകളും യുവാക്കളും ജംഗിൾ രാജിനെ തള്ളിക്കളഞ്ഞുവെന്നും ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും മോദി പറഞ്ഞു. बिहार विकास के रास्ते पर आगे बढ़ रहा है और अब ये यात्रा रुकने वाली नहीं है। साथियों, आज के ये परिणाम उन विकास विरोधियों को भी बिहार का जवाब है जो कहते थे और बेशर्मी से कहते थे कि बिहार को एक्सप्रेसवे और हाईवे नहीं चाहिए. ബീഹാർ പരാജയത്തിൽ നിന്നും പാഠം പഠിക്കണമെന്നും എന്താണ് വീഴ്ച പറ്റിയതെന്ന് പരിശോധിക്കണമെന്നും ശശി തരൂർ MP. ബീഹാറിലെ മുന്നണിയിൽ കോൺഗ്രസ് ആയിരുന്നില്ല വലിയ കക്ഷിയെന്നും പരാജയ വിഷയത്തെപ്പറ്റി കൂടുതൽ പറയുന്നില്ല എന്നും തരൂർ വ്യക്തമാക്കി. നെഹ്റു കുടുംബത്തിനെതിരെ താൻ വിമർശനം ഉന്നയിച്ചിട്ടില്ല. സിനിമാക്കാരുടെ മക്കൾ സിനിമാക്കാരാകുന്നു, ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടർമാരാകുന്നു, അതുപോലെ രാഷ്ട്രീയക്കാരുടെ മക്കൾ രാഷ്ട്രീയക്കാരായാൽ മതിയോ എന്നാണ് താൻ ചോദിച്ചതെന്നും തരൂർ കൂട്ടിച്ചേർത്തു. ഈ പരാജയം ഇന്ന് നമുക്ക് പാഠം പഠിക്കണം എന്നൊരു സംശയമില്ല. എന്തുകൊണ്ടാണിത് സംഭവിച്ചത്, എങ്ങനെയാണിത് സംഭവിച്ചത്, എന്തായിരുന്നു കാരണങ്ങൾ, നമ്മളുടെ സന്ദേശത്തിലായിരുന്നു കുഴപ്പം, നമ്മുടെ നേതൃത്വത്തിലായിരുന്നു കുഴപ്പം, നമ്മുടെ സ്ഥാനാർത്ഥികളുടെ സെലക്ഷനാണ് കുഴപ്പം, ഇതെല്ലാം കണ്ടുപിടിച്ച് അറിയണ്ടേ. ആ തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ സാധിക്കുന്നത് പാർട്ടി എന്നെ പഠിച്ച് മനസ്സിലാക്കണം എന്നൊരു സംശയമില്ല. രണ്ടാമത് എന്നെ പ്രചരണത്തിൽ ക്ഷണിച്ചിരുന്നത്, അപ്പോൾ എനിക്കൊരു ലോക്കൽ ഗ്രൗണ്ട് ലെവൽ അറിവില്ല. അപ്പോൾ എന്നോട് നിങ്ങൾ ചോദിക്കേണ്ടതേ തെറ്റാണ്. ഞാൻ അവിടെ കണ്ടിട്ടില്ല അവിടുത്തെ പ്രചരണം, എന്നെ ക്ഷണിച്ചില്ല. ഞാൻ കേട്ടിരിക്കുന്നത് മാത്രം എനിക്ക് പറയാൻ സാധിക്കും. കേട്ടിരിക്കുന്നത് ഈ പരാജയത്തെക്കുറിച്ച് പല ജേർണലിസ്റ്റുമൊക്കെ ചൂണ്ടിക്കാണിച്ചില്ല ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇത്ര മോശമാണെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അത് ഞങ്ങൾക്കൊരു ഒരു തിരിച്ചടി തന്നെയാണ്. നമുക്ക് അതിനെക്കുറിച്ച് നല്ലോണം ചിന്തിക്കണം. അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇങ്ങനെ വീണ്ടും വേറെ എവിടെയും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രവർത്തിക്കേണ്ടത്. രാഹുൽ ഗാന്ധി ഉയർത്തിയ വ്യാജ ആരോപണങ്ങൾ ബീഹാറിലെ ജനം തള്ളിയെന്ന് V. മുരളീധരൻ. രാഹുൽ ഗാന്ധി അപക്വമായ ഇത്തരം പരാമർശങ്ങൾ പിൻവലിച്ചാൽ മാത്രമേ കോൺഗ്രസിന് നില മെച്ചപ്പെടുത്താൻ കഴിയൂ. ബീഹാറിലെ ജയം കേരളത്തിൽ BJPക്ക് വലിയ ഊർജം നൽകുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. ബീഹാറിലെ ജനങ്ങൾ ശ്രീ നരേന്ദ്രമോദിജിയുടെയും നിതീഷ് കുമാറിൻ്റെയും ജനപക്ഷ ഭരണത്തിനുള്ള അംഗീകാരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഡൽഹിയിലെ ഭരണമടക്കം ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണെന്നുള്ള അവകാശവാദമാണ് നടത്തിയിരുന്നത്. ബീഹാറിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ എന്താണ്, ബീഹാറിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ എന്താണ്, ഈ കാര്യങ്ങളിൽ ശ്രദ്ധ ഊന്നുന്നതിന് പകരം നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കും ഈ തെരഞ്ഞെടുപ്പോടുകൂടി എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയത്. നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കുമെന്നുള്ള അവകാശവാദം ഉന്നയിച്ച ആളുകൾക്കുള്ള തിരിച്ചടിയാണ് ബീഹാറിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. സ്ത്രീകളും യുവാക്കളും കർഷകരും ഉൾപ്പെടെ എല്ലാ ജനവിഭാഗങ്ങളും വളരെ ശക്തമായിട്ടുള്ള പിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നൽകിയിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ബീഹാറിൽ NDAക്ക് ലഭിച്ചെന്ന് K. സുരേന്ദ്രൻ. കേരളത്തിലും NDA വർഗീയ മുന്നണിയാണ് എന്ന പ്രചാരണം നടത്തുന്നവർക്ക് ബീഹാർ ഒരു മുന്നറിയിപ്പാണ്. കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യത്തിന് ബാധ്യതയായി തീർന്നുവെന്നും രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം കേരളത്തിൽ കോൺഗ്രസ് വിളമ്പുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു.
ബീഹാറിലെ NDAയുടെ അഭൂതപൂർവമായിട്ടുള്ള വിജയം ഏറ്റവും മാതൃകയാക്കാവുന്നത് കേരള സംസ്ഥാനത്തിനാണ്. അവിടെ ജംഗിൾ രാജിനെതിരായിട്ട് അത്തരം ശക്തികൾ ഇനി വേണ്ട എന്നുള്ള ഒരു ഉറച്ച നിലപാടാണ് വോട്ടർമാർ സ്വീകരിച്ചത്. കേരളത്തിലും ഈ കൊള്ളക്കാരുടെ ഭരണത്തിനെതിരായിട്ടുള്ള സുതാര്യമായ ഒരു ഭരണ സംവിധാനം വേണമെന്നുള്ള കൃത്യമായ സന്ദേശമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസിന്റെ FIRകൾ ആവശ്യപ്പെട്ട് ED ഹൈക്കോടതിയെ സമീപിച്ചു. തിങ്കളാഴ്ച കോടതി ഹർജി പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രഥമ ദൃഷ്ട്യാ കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് വ്യക്തമാണെന്നും ഇക്കാര്യം വിശദമായി പരിശോധിക്കണമെന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലപാട്. ഇതിന്റെ ഭാഗമായി കേസിലെ FIRകളുടെയും മൊഴികളുടെയും അനുബന്ധ രേഖകളുടെയും പകർപ്പ് വേണമെന്നാവശ്യപ്പെട്ട് ED ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി തിങ്കളാഴ്ച ഈ ഹർജി പരിഗണിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കാൻ നിയമപരമായ അധികാരമുള്ള ഏക ഏജൻസിയാണ് ED. PMLA നിയമപ്രകാരം അന്വേഷണം ആരംഭിക്കുന്നതിനും കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനും FIRന്റെ പകർപ്പ് അനിവാര്യമാണെന്നും EDയുടെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ആഴ്ച FIRകളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് ED റാന്നി കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കോടതി ആവശ്യം തള്ളി. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശബരിമല കേസ് വളരെ സെൻസിറ്റീവാണ്, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് റാന്നി കോടതി അന്ന് അപേക്ഷ തള്ളിയത്. എന്നാൽ ഹൈക്കോടതി ഉത്തരവിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കോടതി അപേക്ഷ തള്ളിയതെന്ന് EDയുടെ ഹർജിയിൽ വ്യക്തമാക്കുന്നു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ മാധ്യമ വിചാരണയും മാധ്യമങ്ങളുടെ സമാന്തര അന്വേഷണവുമാണ് വിലക്കിയിട്ടുള്ളത്. അല്ലാതെ നിയമപരമായ ഏജൻസികളെ വിലക്കിയിട്ടില്ലെന്നും ED ചൂണ്ടിക്കാട്ടുന്നു. FIR പൊതുരേഖയാണ്, മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് നൽകുന്നതിൽ തെറ്റില്ല. PMLA നിയമപ്രകാരമുള്ള അന്വേഷണത്തെ നിയന്ത്രിക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ല. അതുപോലെ ഈ കേസ് സെൻസിറ്റീവ് അല്ലെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ചൊവ്വാഴ്ച വരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചാണ് ഉത്തരവ്. കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ. പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കവർച്ച കേസിലാണ് പ്രത്യേക അന്വേഷണ സംഘം ജയശ്രീയെ പ്രതി ചേർത്തത്. ജയശ്രീ മിനിറ്റ്സ് തിരുത്തി 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. വിമാനയാത്രയിൽ സുരക്ഷ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുതുക്കി വിമാന കമ്പനിയായ ഒമാൻ എയർ. പവർ ബാങ്കുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ വിമാനത്തിൽ കൊണ്ടുപോകുന്നത് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചത്. പവർ ബാങ്കുകൾ ഹാൻഡ് ബാഗിൽ മാത്രമേ കൊണ്ടുപോകാവൂ. എന്നാൽ വിമാനത്തിനുള്ളിൽ പവർ ബാങ്ക് ചാർജ് ചെയ്യാനും ഉപയോഗിക്കാനും അനുമതിയില്ല. ബാറ്ററികൾ നീക്കം ചെയ്യാനാവാത്ത സ്മാർട്ട് ലഗേജുകൾ അനുവദിക്കില്ല. സിഗരറ്റുകളും വേപ്പുകളും ഹാൻഡ് ബാഗേജിലോ വ്യക്തികളുടെ കൈവശമോ മാത്രമേ അനുവദിക്കൂ. ഇവ യാത്രക്കിടെ ചാർജ് ചെയ്യുന്നതിനോ ഉപയോഗിക്കുന്നതിനോ അനുമതിയില്ല. എന്നാൽ വ്യക്തിഗത ഉപയോഗത്തിനുള്ള മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ടാബുകൾ എന്നിവ വിമാനത്തിനുള്ളിൽ പവർ സോക്കറ്റുകൾ വഴി ചാർജ് ചെയ്യാം. സൗദി അറേബ്യയിൽ ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സാധ്യതകൾ പരിചയപ്പെടുത്തുന്ന ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ ഫെയർ 2025 ജിദ്ദയിൽ ഇന്നലെ തുടക്കമായി. ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി മേള ഉദ്ഘാടനം ചെയ്തു. നവംബർ 14-15 തീയതികളിൽ അൽ കോബാർ ഡ്യൂൺസ് ഇന്റർനാഷണൽ സ്കൂളിലും 17 റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലുമായി ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ ഫെയർ നടക്കും. ഇന്ത്യയിൽ നിന്നുള്ള 25 പ്രമുഖ സർവകലാശാലകളിൽ നിന്നുള്ള പ്രതിനിധികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ്, മെഡിസിൻ, മാനേജ്മെന്റ്, വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിൽ ആഗോളതലത്തിൽ അംഗീകാരമുള്ള പ്രോഗ്രാമുകൾക്ക് ഇന്ത്യയെ ചെലവ് കുറഞ്ഞ ഒരു ലക്ഷ്യസ്ഥാനമായി അവതരിപ്പിക്കുകയാണ് ഈ മേളയുടെ പ്രധാന ഉദ്ദേശം. കുവൈറ്റിൽ സർക്കാർ അംഗീകൃത കമ്പനികൾക്ക് മാത്രമേ ഇനി മുതൽ എല്ലാ പൗരന്മാർക്കും താമസക്കാർക്കും നിർബന്ധിത വാഹന ഇൻഷുറൻസ് പോളിസികൾ നൽകാനോ പുതുക്കാനോ ഔദ്യോഗികമായി ലൈസൻസ് ഉള്ളൂ എന്ന്
വകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇൻഷുറൻസ് നേടുമ്പോഴോ പുതുക്കുമ്പോഴോ അംഗീകൃത കമ്പനികളുമായി മാത്രമേ ഇവർ ഇടപെടുന്നുള്ളൂവെന്ന് ഉറപ്പാക്കാൻ വാഹന ഉടമകളോട് ആവശ്യപ്പെട്ടു. കുവൈറ്റ് ഇൻഷുറൻസ് കമ്പനി, ഗൾഫ് ഇൻഷുറൻസ് ഗ്രൂപ്പ്, നാഷണൽ ഇൻഷുറൻസ് കമ്പനി തുടങ്ങി ഏകദേശം 25ഓളം കമ്പനികൾക്ക് മാത്രമേ ഇൻഷുറൻസ് നൽകാൻ അധികാരമുള്ളൂ. അംഗീകാരമില്ലാത്ത ഒരു കമ്പനി നൽകുന്ന ഏതെങ്കിലും വാഹന ഇൻഷുറൻസ് പുതിയ ചട്ടങ്ങൾ പ്രകാരം സാധുതയുള്ളതായി കണക്കാക്കില്ലെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. റിസാല സ്റ്റഡി സർക്കിൾ സൗദി വെസ്റ്റ് നാഷണൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 3ാമത് നോളജ് ആൻഡ് ടെക്നോളജി എക്സ്പോയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ നോട്ടെക്സ് എക്സലൻസി അവാർഡിന് കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസറും കൺസൾട്ടന്റ് ഫിസിക്കൽ തെറാപ്പിസ്റ്റുമായ ഡോക്ടർ ഫയാസ് റഹ്മാൻ ഖാൻ അർഹനായി. ഡോക്ടർ ഫയാസ് റഹ്മാൻ ഖാൻ അക്കാദമിക് രംഗത്തും ചികിത്സാ രംഗത്തും ഒരുപോലെ മികവ് തെളിയിച്ച വ്യക്തിയാണ്. ന്യൂറോളജിക്കൽ ഫിസിയോതെറാപ്പിയിൽ ബിരുദാനന്തര ബിരുദവും ന്യൂറോ റിഹാബിലിറ്റേഷനിൽ PhDയും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഡോക്ടർ ജമാൽ യൂഷെ, എഞ്ചിനീയർ നൌഫൽ അബ്ദുൽ കരീം, മുൻ നോട്ടെക് അവാർഡ് ജേതാവ് ഡോക്ടർ ഇർഷാദ് കമ്മക്കകം എന്നിവരടങ്ങിയ പ്രത്യേക ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. സൗദിയിലെ തബൂക്കിലെ ലുള്ള മസാജ് സെന്ററിൽ പൊതുധാർമ്മികതയ്ക്ക് വിരുദ്ധമായ പ്രവർത്തികൾ ചെയ്തതിന് പ്രവാസിയെ തബൂക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു. സാമൂഹിക സുരക്ഷാ മനുഷ്യക്കടത്ത് വിരുദ്ധ വിഭാഗവുമായി സഹകരിച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നിയമാനുസൃത നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. വിസ ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് എളുപ്പത്തിൽ സൗദി സന്ദർശന വിസ അനുവദിക്കുന്ന പുതിയ സംരംഭത്തിന് തുടക്കമായി. വിസ ബൈ പ്രൊഫൈൽ എന്ന് പേരിട്ട സംരംഭം റിയാദിൽ നടക്കുന്ന പ്രഥമ ടൂറൈസ് ഫോറത്തിലാണ് പ്രഖ്യാപിച്ചത്. ആഗോളതലത്തിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ സംരംഭമാണ് ഇത്. യോഗ്യരായ യാത്രക്കാർക്ക് പാസ്പോർട്ട്, വിസ കാർഡ് വിവരങ്ങൾ മാത്രം ഉപയോഗിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഇലക്ട്രോണിക് ടൂറിസ്റ്റ് വിസകൾ ലഭിക്കും. വിദേശ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, ടൂറിസം മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ചുകൊണ്ട് സൗദി ടൂറിസം അതോറിറ്റി വിസ കമ്പനിയുടെയും പങ്കാളിത്ത ബാങ്കുകളുടെയും സഹകരണത്തോടെയാണ് ഈ സംരംഭം വികസിപ്പിച്ചത്. ദുബായിലെ ടാക്സി ആഡംബര വാഹന മേഖലയിലെ ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താനായി നടത്തിയ പരിശോധനയിൽ 4,28,349 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ് പരിശോധന പൂർത്തിയാക്കിയത്. 3000-ലേറെ കേസുകൾ അമിത വേഗത മൂലം ഉള്ളവയായിരുന്നു. സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന്റെ പേരിൽ 652 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 4251 കേസുകളാണ് ഡ്രൈവിംഗിനിടെ മൊബൈൽ ഉപയോഗിച്ചതിന്റെ പേരിൽ കണ്ടെത്തിയത്. നിയമലംഘനങ്ങൾ കുറയ്ക്കുന്നതിനായും നിയമം പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുമായി ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്നുള്ള പ്രവർത്തനം തുടരുമെന്നും ദുബായ് RTA അറിയിച്ചു. ദുബായിൽ നിയമം ലംഘിച്ചുകൊണ്ട് അനുവദനീയമല്ലാത്ത ഇടങ്ങളിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നവർക്കെതിരെ നടപടികൾ കടുപ്പിച്ചു. കഴിഞ്ഞ വർഷം മാത്രം ഇത്തരത്തിൽ നിയമ നടപടികൾ നേരിടേണ്ടി വന്നത് 44,000 പേർക്കാണ്. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ മൂലം 8 പേർക്ക് ജീവൻ നഷ്ടമായെന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് മുതൽ നിലവിൽ വന്ന പുതുക്കിയ ഗതാഗത നിയമങ്ങൾ പ്രകാരം അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിലൂടെ റോഡിന് കുറുകെ കടക്കുന്നവർക്ക് തടവ് ശിക്ഷയും പിഴയും ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരും. 400 ദിർഹമാണ് പിഴയായി അടയ്ക്കേണ്ടി വരിക. നിയമത്തിലെ ആർട്ടിക്കിൾ 7 പ്രകാരം ദുബായിൽ കാൽനട യാത്രക്കാർ, സൈക്കിൾ യാത്രക്കാർ, സ്കൂട്ടർ യാത്രക്കാർ എന്നിവർ റോഡിന്റെ മധ്യത്തിൽ നിർത്താനോ നിശ്ചയിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് റോഡിന് കുറുകെ നടക്കാനോ നിശ്ചയിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് റോഡിന് കുറുകെ കടക്കാനോ പാടുള്ളതല്ല. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ ഉത്തരവായി. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാമെന്നും വ്യക്തമാക്കിയ ഹൈക്കോടതി ഹർജി തീർപ്പാക്കി. ഹൈക്കോടതി ജസ്റ്റിസ് VG അരുണിന്റെ സിംഗിൾ ബെഞ്ചാണ് വിധി പറഞ്ഞത്. വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉദ്യോഗസ്ഥ ക്ഷാമത്തിന് കാരണമാകുന്നുവെന്നും ഇതിന് അടിയന്തര പ്രാധാന്യമില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ ഹർജി നൽകിയത്. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രസവത്തിനെത്തിയ കരിക്കകം സ്വദേശി ശിവപ്രിയയുടെ മരണം ബാക്ടീരിയൽ അണുബാധ മൂലം തന്നെയെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട്. അണുബാധയുടെ ഉറവിടം വ്യക്തമല്ല. ആശുപത്രിയിൽ നിന്നാണ് അണുബാധ ഉണ്ടായതെന്ന് പറയാനാകില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിദഗ്ധ സമിതി റിപ്പോർട്ട് DMEക്ക് കൈമാറി. സ്റ്റഫൈലോകോക്കസ് അണുബാധ മൂലമാണ് കരിക്കകം സ്വദേശി ശിവപ്രിയ മരണപ്പെട്ടത് എന്നാണ് വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നത്.
മരണത്തിന് കാരണമായ അണുബാധ ആശുപത്രിയിൽ നിന്നാണെന്ന് പറയാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ബാക്ടീരിയ സാധാരണ പൊതുസ്ഥലങ്ങളിലും കാണപ്പെടാമെന്നും അതുകൊണ്ട് എവിടെ നിന്നാണ് യുവതിക്ക് അണുബാധയുണ്ടായതെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സംഗീതയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണ റിപ്പോർട്ട് DMEക്ക് കൈമാറിയത്. റിപ്പോർട്ട് അനുസരിച്ച് ഒരു കാരണവശാലും ഈ ബാക്ടീരിയ ഉള്ളിൽ കടന്നത് അത് ആശുപത്രി ലേബർ റൂമിൽ നിന്നല്ല. ലേബർ റൂമിലും പ്രസവാനന്തര ശുശ്രൂഷ വാർഡിലും നടത്തിയ പരിശോധനകളിൽ രോഗാണുക്കളുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. ശിവപ്രിയയ്ക്ക് രോഗലക്ഷണങ്ങൾ കണ്ടത് വീട്ടിൽ പോയി മടങ്ങി വന്ന ശേഷമാണെന്നും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രസവത്തിന് ശേഷം സ്റ്റിച്ചിട്ടത് വൃത്തിയില്ലാതെയായിരുന്നുവെന്നും തുടർന്നുണ്ടായ അണുബാധ മൂലമാണ് മരണം സംഭവിച്ചതെന്നുമാണ് ശിവപ്രിയയുടെ ബന്ധുക്കളുടെ ആരോപണം. പ്രസവത്തിനു ശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയ യുവതിക്ക് പനിയുണ്ടാക്കുകയും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് SAT ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. തുടർന്ന് ആരോഗ്യനില വഷളായതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഞായറാഴ്ച ഉച്ചയോടെ മരിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ 6 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിനൊപ്പം കേരള തീരത്ത് കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ അധ്യാപകനും BJP നേതാവുമായ കുനിയിൽ പത്മരാജൻ കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷ നാളെ വിധിക്കും. തലശ്ശേരി പോക്സോ അതിവേഗ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. 10 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. 2020 ജനുവരി 15 ഫെബ്രുവരി 2 ഇടയിൽ സ്കൂളിലെ ബാത്റൂമിൽ വെച്ച് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അടക്കമുള്ള സംഘങ്ങൾ അന്വേഷണം നടത്തിയിരുന്നു. ഒടുവിൽ 2021 DYSP TK രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചത്. PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള അമ്യൂസ്മെന്റ് പാർക്കിൽ വിജിലൻസിന്റെ പരിശോധന. മഞ്ചേരി സിൽസില അമ്യൂസ്മെന്റ് പാർക്കിലാണ് പരിശോധന. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരം വിജിലൻസ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കോഴിക്കോട് ജില്ലയിൽ വെൽഫെയർ പാർട്ടിയുമായി UDFന്റെ നീക്കുപോക്ക് 5 പഞ്ചായത്തുകളിൽ മാത്രം ഒതുങ്ങി. വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ വിലയിരുത്തലിനെ തുടർന്നാണ് പലയിടത്തും ധാരണകൾ പരാജയപ്പെട്ടത്. മുക്കം നഗരസഭയിൽ ഉൾപ്പെടെ വെൽഫെയർ പാർട്ടി ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി മുന്നോട്ടു പോവുകയാണ്. കഴിഞ്ഞ 5 വർഷമായി കോഴിക്കോട് മുക്കം മുനിസിപ്പാലിറ്റിയിൽ UDF വെൽഫെയർ സഖ്യമായിരുന്നു പ്രതിപക്ഷത്തെ ഊർജ്ജസ്വലമാക്കിയത്. കഴിഞ്ഞ തവണ UDF സഖ്യത്തിൽ വെൽഫെയർ പാർട്ടിക്ക് 4 സീറ്റ് ലഭിച്ചിരുന്നു. ഇതിൽ 3 എണ്ണത്തിൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തവണ 2 സീറ്റ് മാത്രമേ നൽകാനാവൂ എന്ന് UDF പറഞ്ഞതോടെയാണ് മുക്കത്തെ UDF വെൽഫെയർ ചർച്ച പരാജയപ്പെട്ടത്. കഴിഞ്ഞ തവണ വെൽഫെയർ പിന്തുണയോടെ മത്സരിച്ച UDF സഖ്യത്തിന് 15 സീറ്റും LDFന് 15 സീറ്റും BJPക്ക് 2 സീറ്റും ലഭിച്ചെങ്കിലും ലീഗ് വിമതന്റെ പിന്തുണയോടെ LDF ഭരണത്തിൽ കയറി. എന്നാൽ ഇത്തവണ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തി വെൽഫെയർ പാർട്ടി മുന്നോട്ടു പോവുകയാണ്. മുക്കത്ത് 10 സീറ്റുകളിൽ മത്സരിക്കുന്നതിൽ 5 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 33 വാർഡുകളിലാണ് ജില്ലയിൽ കോഴിക്കോട് UDFുമായി വെൽഫെയർ പാർട്ടി സഹകരിച്ച് മത്സരിച്ചത്. എന്നാൽ ഇത്തവണ അത് കേവലം 7 വാർഡുകളിലേക്ക് ഒതുങ്ങുകയാണ്. കഴിഞ്ഞ തവണ 2 ഡിവിഷനുകളിൽ ഒരുമിച്ച് മത്സരിച്ച കോഴിക്കോട് കോർപ്പറേഷനിൽ ഉൾപ്പെടെ ഇത്തവണ സഹകരണമില്ല. വെൽഫെയർ പാർട്ടിയുമായി സഹകരണമുണ്ടാക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തിരിച്ചടിക്ക് കാരണമായേക്കുമെന്ന കോൺഗ്രസിന്റെ വിലയിരുത്തലിലാണ് പലയിടത്തും സഖ്യം പരാജയപ്പെടാൻ കാരണമായത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക 1ാം ഇന്നിംഗ്സിൽ 159 റൺസിന് പുറത്തായി. 31 റൺസെടുത്ത ഓപ്പണർ എയ്ഡൻ മാക്രമാണ് ദക്ഷിണാഫ്രിക്കയുടെ ടോപ്പ് സ്കോറർ. ഇന്ത്യയ്ക്കായി ജസ്പ്രീത് ബുംറ 5 വിക്കറ്റ് എടുത്തു. 14 ഓവറിൽ 27 റൺസ് മാത്രമാണ് ബുംറ വഴങ്ങിയത്. കുൽദീപ് യാദവും മുഹമ്മദ് സിറാജും 2 വിക്കറ്റ് വീതവും അക്സർ പട്ടേൽ 1 വിക്കറ്റും എടുത്തു. ഇന്ത്യ 1ാം ഇന്നിംഗ്സിൽ 1-ന് 37 റൺസ് എന്ന നിലയിലാണ്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.